ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, നാണുവിന് ദുഃഖിതരും പീഡിതരുമായ മനുഷ്യരോട്, വിശേഷിച്ചും അധകൃത ജനങ്ങളോട് കരുണയും സഹാനുഭൂതിയും ഉണ്ടായിരുന്നു എന്നത് ഇതുവരെ പറയപ്പെട്ട പല സംഭവങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ആ കാലത്ത് പുലയർ മുതലായ അധകൃത സമുദായങ്ങളിൽപ്പെട്ടവർക്ക് സ്വന്തമായി ഭൂമിയോ വസ്തുക്കളോ ഉണ്ടായിരുന്നില്ല. അവ സമ്പാദിക്കാനുള്ള അവസരമോ അവകാശമോ അവർക്ക് ലഭിച്ചിരുന്നുമില്ല. അവർ ഭൂസ്വത്തുള്ള ഉയർന്ന ജാതിക്കാരുടെ അടിയാന്മാരായി അവർ അനുവദിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് കുടിലിൽ കെട്ടി പാർത്തുകൊണ്ട് അവർക്ക് വേണ്ട ദാസവേലകൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഈ പാവങ്ങൾ തങ്ങൾ പാർക്കുന്ന ഭൂമിയുടെ ഉടമയെ തങ്ങളുടെയും ഉടമയായിട്ടാണ് കരുതിയിരുന്നത്. തങ്ങളുടെ ഉടമ പറയുന്ന പണി ചെയ്ത് അയാൾക്ക് വേണ്ടി അയാൾ തരുന്നതും വാങ്ങി അയാളുടെ ദയാദാക്ഷിണ്യത്തിൽ അയാൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നല്ലാതെ അവർക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ഇത് ജാതി വ്യവസ്ഥിതിയെ ആധാരമാക്കി കെട്ടിപ്പടുത്ത ഒരു ഫ്യൂഡൽ സമ്പ്രദായമായിരുന്നു. മിക്കവാറും ജന്മികളായിട്ടുള്ളവർ നമ്പൂതിരിമാരും നായന്മാരും ആയിരുന്നുവെങ്കിലും ഭൂസ്വത്തുള്ള ഈഴവരിലും ഈ ജന്മിത്വ സ്വഭാവം കാണാമായിരുന്നു. അടിയാന്മാരായ അധകൃതരെ ശിക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള അവകാശവും ഈ ഭൂ ഉടമകൾക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാധുക്കളെ ഉദ്ധരിക്കുക എന്നതും ഗുരുദേവന്റെ അവതാരോദ്ദേശമായിരുന്നു. വാരണപ്പള്ളി കുടുംബക്കാരുടെ ഭൂമിയിൽ കൃഷിപ്പണികൾ ചെയ്യുന്നതും കന്നുകാലികളെ മേയ്ക്കുന്നതും ഒക്കെ അവരുടെ പറമ്പിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്ന പുലയരായിരുന്നു. അവരെല്ലാം നാണുവിന് പരിചിതരുമായിരുന്നു. നാണു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. വാരണപ്പള്ളിയിൽ കന്നുകാലികളെ മേയ്ക്കുന്ന ചെറുമനെ അല്പദിവസങ്ങളായി കാണുന്നില്ല. നാണു ഇതേപ്പറ്റി പണിക്കരോട് അന്വേഷിച്ചു. അവന് ഒരു മഹാരോഗം പിടിപെട്ടിരിക്കുകയാണ്, കുഷ്ഠമാണെന്ന് തോന്നുന്നു എന്ന് പണിക്കർ പറഞ്ഞു. ഇത് കേട്ട നാണു അവനെ ഒന്ന് കാണാൻ പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പണിക്കർ പറഞ്ഞു, വേണ്ട, അത് പകരുന്ന രോഗമാണ്. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് കണ്ടുകൊള്ളാം, ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പിന്നെയും പറഞ്ഞു. എന്നാൽ പോയിക്കൊള്ളൂ, സമീപത്ത് ചെല്ലരുത്, അവൻ്റെ കാറ്റുവശത്ത് നിൽക്കരുത് എന്നൊക്കെ ഉള്ള നിർദ്ദേശത്തോടെ പോകാൻ അനുവദിച്ചു. നാണു ചെന്ന് കാണുമ്പോൾ അവനെ അവൻ്റെ വീട്ടുകാർ രോഗം മറ്റുള്ളവർക്കും പകരും എന്നുള്ള ഭയത്താൽ വീട്ടിൽ നിന്നും അല്പം ദൂരെയുള്ള ഒരിടത്ത് കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ്. ദേഹമാസകലം വ്രണങ്ങൾ വന്ന് പൊട്ടി ചോരയും ജലവും ഒലിക്കുന്ന അവസ്ഥ. വിശപ്പും വേദനയും സഹിക്കാഞ്ഞ് രോദനം ചെയ്ത് മരണവും കാത്ത് കിടക്കുന്ന ആ യുവാവിനെ അടുത്ത് ചെന്ന് സസൂക്ഷ്മം പരിശോധിച്ചതിന് ശേഷം അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇത് മാറാരോഗമോ പകർച്ചവ്യാധിയോ ഒന്നുമല്ല. ഞാൻ ഒരു എണ്ണ കൊണ്ടുവന്ന് തരാം, അത് പുരട്ടിയാൽ 2 ദിവസം കൊണ്ട് സുഖപ്പെടും. അവനെ ആശ്വസിപ്പിച്ചതിന് ശേഷം അവൻ്റെ മാതാപിതാക്കളോടും ഈ വിവരം പറഞ്ഞു. അവൻ ആഹാരവും മറ്റും കൊടുത്ത് ശുശ്രൂഷിക്കണം എന്നും പറഞ്ഞു. അന്ന് തന്നെ നാണു പുരട്ടാനുള്ള എണ്ണ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. നാണു പറഞ്ഞതുപോലെ 2 ദിവസം അത് പുരട്ടിയപ്പോൾ രോഗം ഭേദമാവുകയും ചെയ്തു. നമസ്കാരം.